നമസ്കാരം, റിയൽ ന്യൂസ്. ഹീൽ ഹബ് ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ 4ാമത് ബ്രാഞ്ച് അത്തോളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. അത്തോളി ഹൈസ്കൂളിന് സമീപം റോയൽ എൻഫീൽഡ് ഷോറൂമിന് പിറകുവശത്ത് ആരംഭിച്ച സ്ഥാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂറോ, ഓർത്തോ, സ്പോർട്സ് ഫിസിയോതെറാപ്പി, കുട്ടികൾക്കായുള്ള പ്രത്യേക ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി ആൻഡ് കൗൺസിലിംഗ്, വീട്ടിലെത്തിയുള്ള ചികിത്സാ സൗകര്യം തുടങ്ങിയവ ഉണ്ടാകും. അത്തോളിയിൽ ഹീൽ ഹബ് ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഉള്ളേരി, ബാലുശ്ശേരി, കൊയിലാണ്ടി തുടങ്ങിയ സ്ഥലങ്ങൾക്ക് ശേഷം ഹീൽ ഹബിന്റെ 4ാമത് ശാഖയാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അത്തോളി ഹൈസ്കൂളിന് സമീപം റോയൽ എൻഫീൽഡ് ഷോറൂമിന് പിറകുവശത്തെ കെട്ടിടത്തിൽ ആരംഭിച്ച ഹീൽ ഹബ്ബ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരുടെയും അംഗീകാരത്തോടെയും കൂടി അറിവോടും കൂടി ഞാൻ ഈ പരിപാടി അല്ലെങ്കിൽ ഈ സ്ഥാപനം ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. വാർഡ് മെമ്പർ എം സുഗതകുമാരി ചടങ്ങിൽ അധ്യക്ഷയായി. CRC ഡയറക്ടർ ഡോക്ടർ റോഷൻ ബിജ്ലി ചടങ്ങിൽ മുഖ്യ അതിഥിയായി. ഈ ഒരു റീഹാബിലിറ്റേഷൻ പുനരധിവാസ മേഖലയിൽ ഹീൽ ഹബ്ബുകൾ പോലുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇത്തരത്തിലെ തെറാപ്പികളൊക്കെ ആവശ്യമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് വാർദ്ധക്യവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ക്രോണിക് രോഗാവസ്ഥകളുമായി ബന്ധപ്പെട്ടിട്ട്, അതുപോലെ തന്നെ ജനിക്കുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന വിവിധ തരത്തിലുള്ള ഡിസബിലിറ്റീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഇത്തരം സേവനങ്ങൾ ഒരുപാട് ആവശ്യമുണ്ട്. മാത്രമല്ല, സർക്കാർ സംവിധാനങ്ങളിലൊക്കെയുള്ള സേവനങ്ങൾ വളരെ പരിമിതമാണ്. അതാത് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന സേവനങ്ങൾ ആ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെയാണ് കൂടുതലായിട്ട് അവൈൽ ചെയ്യാൻ പറ്റുക. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വ്യാപകമായി ഇത്തരം പ്രശ്നങ്ങളുള്ളപ്പം ഇത്തരത്തിലുള്ള ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പല ഭാഗങ്ങളിലുണ്ടാകും. അപ്പോൾ ഹീൽ ഹബ്ബ് ഇപ്പോൾ ഇവിടെ അത്തോളിൽ പ്രവർത്തനം ആരംഭിച്ചതുപോലെ അത്തരത്തിൽ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുക, അതും കുറഞ്ഞ നിരക്കിൽ ഇത്തരം സേവനം നൽകാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്, ആശ്വാസമാണ് ആ പ്രദേശങ്ങളിലുള്ള ആളുകൾക്കുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ സത്യത്തിൽ ഒരുപാട് വ്യാപകമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിനൊരു നല്ല മാതൃകയായിട്ടാണ് ഹീൽ ഹബ്ബ് ഇപ്പോൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പറഞ്ഞ പോലെ ഉള്ളേരി, കൊയിലാണ്ടി തുടങ്ങിയിട്ടുള്ള അതാണ് വിവിധ പോക്കറ്റുകളിൽ, ബാലുശ്ശേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഹീൽ ഹബ്ബ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രദേശത്തുള്ളവർക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ ഇത്തരം സേവനം ലഭ്യമാക്കാൻ സാധിക്കുന്നത് അവരുടെ ജീവിത ഗുണനിലവാരത്തെ വളരെയധികം മാറ്റുന്നതാണ്. വാർദ്ധക്യത്തിലാവട്ടെ, അല്ലെങ്കിൽ മറ്റ് ക്രോണിക് രോഗാവസ്ഥകളുടെയൊക്കെ ഒരു റീഹാബിലിറ്റേഷൻ ആംഗിൾ ആവട്ടെ, അല്ലെങ്കിൽ കുട്ടികളിൽ ഞാൻ പറഞ്ഞ പോലെയുള്ള വിവിധ ഭിന്നശേഷിത്വങ്ങളാവട്ടെ, അതിനൊക്കെയുള്ള ഒരു വലിയ അത്താണിയായിട്ട് വലിയ ഒരു ഇൻ്റർവെൻഷൻ ഒരു സാധ്യതകളാണ് ഇത്തരം റീഹാബിലിറ്റേഷൻ സെൻ്ററുകൾ മുന്നോട്ട് വെക്കുന്നത്. അതുതന്നെ ഹീൽ ഹബ്ബ് പോലെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള, വളരെ ക്വാളിറ്റിയുള്ള മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രസക്തി വളരെ വലുതാണ്. അത് ഏറ്റവും അധികം ആളുകൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. സ്വിച്ച് ഓൺ കർമ്മം IAPMR പ്രസിഡന്റ് ഡോക്ടർ PC മുരളീധരൻ നിർവഹിച്ചു. ഹീൽ ഹബ്ബ് പോലെയുള്ള സ്ഥാപനങ്ങൾ വ്യാപിക്കുന്നത് പൊതുജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി വരികയാണ്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ ഹീൽ ഹബ്ബ് പോലെ സ്ഥാപനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നു ഞാൻ ഈ സംരംഭത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സ്ഥിരം സമിതി അധ്യക്ഷ തഫാന റിജാഷ്, മാധ്യമപ്രവർത്തകൻ അജീഷ് അത്തോളി, M ജുബൈർ വേളൂർ, സുനിൽ കൊളക്കാട്, കരിപ്പയിൽ അസീസ്, CK അബ്ദുറഹിമാൻ, K അജിത് കുമാർ, ഹീൽ ഹബ്ബ് ചെയർമാൻ നിസാർ മഠത്തിൽ, ജുബൈർ വേളൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂറോ, ഓർത്തോ, സ്പോർട്സ് ഫിസിയോതെറാപ്പി, കുട്ടികൾക്കായുള്ള പ്രത്യേക ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി ആൻഡ് കൗൺസിലിംഗ്, വീട്ടിലെത്തിയുള്ള ചികിത്സാ സൗകര്യം തുടങ്ങിയവ ഇവിടെ ഉണ്ടാകും. പരിചയസമ്പന്നരും ഈ മേഖലയിൽ ക്വാളിഫൈഡുമായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനവും സ്ഥാപനം ഉറപ്പുതരുന്നു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.